ഈ ആഗസ്റ്റ് 21 കൂടി വീണ്ടും പ്രീമിയർ ലീഗ് തുടങ്ങുകയാണ്. അതോടുകൂടി ലീഗ് ഫുട്ബോൾ വീണ്ടും നമ്മൾ അതിലേക്ക് രംഗത്ത് വരാൻ പോവുക. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയം, പൊതുവേ കേരളത്തിലുള്ള ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ ഉള്ള സംശയം, ഈ ട്രാൻസ്ഫർ വിൻഡോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഏതാണ്ട് 2000 മുതലാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു 2002 UEFA ഇത് ചെയ്യുന്നത് 2003 അല്ലേ? ആ രീതിയിലാണ് ട്രാൻസ്ഫർ വിൻഡോ എന്നുള്ളത് വരുന്നത്. അതിന് മുമ്പ് ഓരോ ക്ലബ്ബ് വിചാരിച്ചാലും ആൾക്കാരെ സൈൻ ചെയ്യാനൊക്കെ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഹിസ്റ്ററി എന്നുള്ളത് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. ഹിസ്റ്ററി പറയണേന്, ഈ ട്രാൻസ്ഫർ വിൻഡോന്റെ ഹിസ്റ്ററി പറയണേന് ഈ കളിക്കാരും ക്ലബുകളും തമ്മിലുള്ള കോൺട്രാക്റ്റിന്റെ ഹിസ്റ്ററി, അത് ആ ബാലൻസ് എത്ര മാറിയിട്ടുണ്ടെന്ന്. മുമ്പ് ഒരു 1960 വരെ ശരിക്കും കളിക്കാരെന്ന് പറഞ്ഞാൽ അടിമകളായിരുന്നു. അതിനും നല്ലൊരു വാക്കില്ല ശരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഒരു അധികാരങ്ങളും ഇല്ലാത്തൊരു കൂട്ടം, ഒരു വർഗം ആൾക്കാർ. അതെ, ഈ പണ്ട് നമ്മള് റോമിനെ പറ്റി സർക്കസ് മാക്സിമസ്, ഈ ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞ സിനിമ, അതായിരുന്നു ശരിക്കും ഇവര് പൈസക്കാർക്ക് വേണ്ടി ഓടി നടക്കണ കുറച്ച് ആൾക്കാർ. അവർക്ക് ഒരു അധികാരങ്ങളും ഇല്ല, ഒന്നുമില്ല. 1901 ആദ്യം ഈ മാക്സിമം വേജ്, സാധാരണ നമ്മൾ മിനിമം വേജ് എന്ന് കേട്ടിട്ടുണ്ട് ഓരോ ഇൻഡസ്ട്രിയിൽ. ഇത് മാക്സിമം വേജ് എന്ന് വെച്ചൊരു ക്യാപ്പ്, ഇതില് അധികം ശമ്പളം പോവാൻ പാടില്ല ഒരു കളിക്കാരൻ്റെ. അപ്പൊ അതിന് ന്യായീകരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാല്, ഇത് അൺലിമിറ്റഡ് ആക്കി കഴിഞ്ഞാല് വലിയ ക്ലബുകൾക്ക് കളിക്കാരെ വാരി കൂട്ടാൻ പറ്റും. പക്ഷെ ലോജിക്കലായിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വെറും നുണയാണ് ശരിക്കും. ഈ വേജ് ക്യാപ്പ് വരുമ്പോ നിങ്ങൾക്ക് കുറെ അധികം കളിക്കാരെ വാങ്ങാൻ പറ്റും. ഇപ്പൊ എല്ലാവരുടെ ശമ്പളം 20 ഉറുപ്പ്യ ആണെങ്കിൽ നിങ്ങൾക്ക് 5 ആളെ വാങ്ങാം. മറ്റേത് ഒരാള് 100 ഉറുപ്പ്യ ചോദിക്കുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് മുഴുവൻ അങ്ങോട്ട് പോയി. അപ്പൊ ഇത് പൈസക്കാരുടെ പൈസ അവരുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയായിരുന്നു. അത് പിന്നെ 60 കൊല്ലത്തിന് അത് മാറിയിട്ടില്ല ആ സിസ്റ്റം. അത് ഈ 1901 ഈ മാക്സിമം വേജ് ക്യാപ്പ് ചെയ്യേണ്ടത് 4 പൗണ്ടാണ് ഒരാഴ്ച. എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ഏകദേശം 200 പൗണ്ട് ഒരു കളിക്കാരന് കിട്ടും. ഇത് UK കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ആ കാലത്ത് ഒരു ഹെഡ് മാസ്റ്റർക്ക്, ഒരു സാധാരണ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് അതിന്റെ 1.5 ഇരട്ടി പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇതാണെങ്കിൽ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ World War II കഴിഞ്ഞിട്ട് റാഷനിങ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൂട്ടാതെ അവസാനം റിവൈസ് ചെയ്ത് 1958 20 പൗണ്ടായിരുന്നു. 20 പൗണ്ടിന്റെ ബേസിസ് ഒരു പ്ലംബറുടെ സാലറി. പ്ലംബർ പിന്നെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്, അല്ലാതെ ഞാൻ പറയുന്നത്. പക്ഷെ ഈ പ്ലംബറുടെ സാലറി ആയിട്ട് ഈക്വേറ്റ് ചെയ്തതായിരുന്നു ഇംഗ്ലീഷ് ഫുട്ബോളറുടെ സാലറി. അത് 1961 ജനുവരിയിൽ ഇവര് സമരത്തിന് പോയിട്ട് അത് മാറ്റുക. ആ റൂൾ അങ്ങനെയാണ് മാറുന്നത്. അതിനു മുമ്പ് എന്താ ചെയ്തിരുന്നത്, ഇത് സ്പെയിനിലും ഇറ്റലിയിലും ഒന്നും റൂളില്ല, അവർക്ക് എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ വലിയ ഇംഗ്ലണ്ട് കളിച്ചിരുന്ന വലിയ കളിക്കാർ, ഇപ്പൊ ജോൺ ചാൾസ് എന്നൊരു വെൽഷ് ലെജൻഡ്, പെലേക്കൊക്കെ എതിരെ കളിച്ച ജോൺ ചാൾസ് ജുവന്റസിലേക്ക് പോയി. ജുവന്റസിലേക്ക് പോയപ്പോ അവര് ശമ്പളം 16 പൗണ്ടാണ് ഒരാഴ്ച. പക്ഷെ അതിനു മുമ്പ് ഒരു 10,000 പൗണ്ട്സ് സൈനിങ് ഫീ. 10,000 പൗണ്ട്സ് പറഞ്ഞാൽ അപ്പോ ഒരാൾക്ക് 10 കൊല്ലം കിട്ടണ പൈസ. അത് കൂടാതെ ഒരു പ്ലെയർക്ക് കൊടുക്കും, ക്ലബ് യുവന്റസ് കൊടുക്കണം ഞങ്ങൾക്ക് സൈൻ ചെയ്യാൻ വേണ്ടി. ഒരു ഫിയറ്റ് കാർ, ആ കാലത്ത് ആർക്കും കാറൊന്നും ഇല്ല. ഒരു ഫിയറ്റ് കാറ്, ട്യൂറിനിലെ ഒരു അപ്പാർട്ട്മെന്റ്, ഇതൊക്കെ കൊടുത്തിട്ടാണ് ജോൺ ചാൾസ് ഇറ്റലി പോണത്. അപ്പൊ ഇങ്ങനെ വലിയ കളിക്കാരൊക്കെ ഇറ്റലിയിലും സ്പെയിനിലും എത്തുമായിരുന്നു. അത് മാറുന്നത് 61 ഇത് മാക്സിമം വേജ് എന്നുള്ളത് എടുത്തു മാറ്റുമ്പോഴാണ്. ഈ 95 ഒരു ബോസ്മാൻ റൂളിങ്ങോട് കൂടിയിട്ടാണല്ലേ പ്ലേയേഴ്സിന് റൈറ്റ് കൂടുതൽ വരുന്നത്. അത് ഇത് ഈ 61 ശേഷം ശമ്പളങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ. റൈറ്റ് കോൺട്രാക്റ്റിന്റെ അധികാരം മുഴുവൻ ക്ലബുകളുടെ കൂടെയായിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ക്ലബിന് സൈൻ ചെയ്യണം. അപ്പൊ എന്റെ കോൺട്രാക്ട് കഴിഞ്ഞാലും വേറൊരു ക്ലബിന് വേണ്ടി ഞാൻ കളിക്കണമെങ്കിൽ അവര് നിങ്ങൾക്കൊരു ഫീ തരണം, എന്നാലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഒരു ലോജിക്കും ഇല്ലാത്തൊരു പരിപാടി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ നിങ്ങൾക്ക് പണി ചെയ്യേണ്ടത് നിർത്തി കഴിഞ്ഞു, പക്ഷെ എന്നാലും വേറൊരു കമ്പനിയിലേക്ക് ഞാൻ പോണെങ്കിൽ അവര് നിങ്ങൾക്ക് പൈസ തരണം. അപ്പൊ ഇത് ജോൺ മാർക്ക് ബോസ്മാന്റെ കോൺട്രാക്ട്, ലിയേഴ്സ് എന്ന് പറഞ്ഞ ബെൽജിയൻ ക്ലബിന്റെ കൂടെ കോൺട്രാക്ട് തീർന്നു. ഡങ്കർക്ക് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ടീമിന് ബോസ്മാൻ സൈൻ ചെയ്യാന്ന് പറഞ്ഞു.
പക്ഷെ ഈ രണ്ട് ക്ലബുകൾ തമ്മിൽ ഫീ എഗ്രി ചെയ്യാത്തത് കാരണം ഇയാള് വെറുതെ ഇങ്ങനെ ലിയേജിന്റെ ബെഞ്ചിലിരിക്കുക, എവിടെയും പോവാനും വയ്യ. ഇപ്പൊ കേസ് കൊടുത്തു, യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോയി 2 കൊല്ലം എടുത്തു കേസ്. 95 നവംബറിൽ റൂളിംഗ് വരുന്നു. ഇത് മാത്രല്ല, ഈ കോൺട്രാക്ടിന്റെ ടേംസ് മാത്രല്ല മാറുന്നത്, ഫ്രീ മൂവ്മെന്റ്. യൂറോപ്യൻ യൂണിയന്റെ മെമ്പേഴ്സ് ആരായാലും അവരുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. 3 ഫോറിൻ കളിക്കാർ ഒരു മാച്ച് ഡേ സ്ക്വാഡിൽ പാടുള്ളൂ എന്നൊക്കെ. അതൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. എന്താ വെച്ചാൽ അത് റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് എന്നുള്ളതിൽ വരും. അപ്പൊ പെട്ടെന്ന് ഒരു മാച്ച് ഡേ സ്ക്വാഡിൽ എത്ര EU കളിക്കാർ വേണമെങ്കിലും ആവാം. പിന്നെ ഒരു കോൺട്രാക്ട് അവസാനിക്കണേന് 6 മാസം മുമ്പ് തൊട്ട് കളിക്കാരന് പുതിയ ക്ലബുകളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. സ്വന്തം ക്ലബായിട്ടും അവർക്ക് റിന്യൂ ചെയ്യണമെങ്കിൽ റിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ക്ലബുകളായിട്ട് നിങ്ങൾക്ക് സംസാരം തുടങ്ങാം. ഇതിൽ പിന്നെ ഈ ട്രാൻസ്ഫറിൻ്റെ അകത്ത് ഇപ്പം ഈ സ്വാതന്ത്ര്യം വന്നതിന് ശേഷം എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ പവർ ബ്രോക്കേഴ്സ്, ഇപ്പോൾ ജോർജ് മെൻഡസിനൊക്കെ പോലത്തെ ആൾക്കാർ, അവരൊക്കെയാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് പിന്നീട് പോയില്ലേ? ഇപ്പൊ അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ 1901 സിറ്റുവേഷൻ ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഇപ്പൊ പവർ മുഴുവൻ കളിക്കാരുടെ കൂടെ എന്നും കൂടി ഞാൻ പറയില്ല, ഈ ഏജൻസിന്റെ കൂടെയാണ് മുഴുവൻ. ഇതിപ്പോ കളിയുടെ നാശമായിരിക്കും. ഈ ബാലൻസ് എങ്ങാനും ഇത് തിരുത്താൻ പറ്റിയില്ലെങ്കിൽ ഇവര് കളിയെ നശിപ്പിക്കും. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഈ ട്രാൻസ്ഫർ വിൻഡോ തീരെ വർക്ക് ചെയ്യാത്തൊരു സിസ്റ്റം, ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ എല്ലാ ക്ലബിന്റെ ഫാൻസും ഇപ്പൊ നിങ്ങളുടെ ക്ലബ്ബ് ആദ്യത്തെ 2-3 ആഴ്ചയിൽ ആരെയും വാങ്ങിയിട്ടില്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വിവാദമായി. എന്തുകൊണ്ട് വാങ്ങിയിട്ടില്ല, അവരിത്ര പൈസ ചെലവാക്കി, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ 10 ഉറുപ്പ്യ കൊടുത്താലൊരു സാധനം വാങ്ങണ പോലെയല്ല. ഒരു ഗ്യാരണ്ടി ഇല്ല ഒരു വലിയ കളിക്കാരനെ വാങ്ങിയ നിങ്ങൾ അടുത്ത സീസൺ ജയിക്കുന്നൊന്നും. ഇപ്പൊ ഈ ഈഡൻ ഹസാർഡ് ചെൽസി വിടുമ്പോൾ യൂറോപ്പിലത്തെ ഏറ്റവും ഡിമാൻഡുള്ള കളിക്കാരനാണ്. അതുകൊണ്ടാണ് റിയൽ മാഡ്രിഡ് അത്രയും പൈസ 100 മില്യൺ പൗണ്ട്സ് കൊടുത്തത്. പക്ഷെ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഈ 2+2 4 എന്നുള്ള കണക്ക് ഫുട്ബോളിൽ അത് ഒരിക്കലും ബാധകമല്ല. അപ്പൊ അങ്ങനെ ഈ പൈസ കൊടുത്തിട്ട് കളിക്കാരെ കൊണ്ടുവരുന്ന പറയുമ്പോൾ നിങ്ങളുടെ യൂത്ത് ടീംസിലുള്ള കളിക്കാർക്കുള്ള സാധ്യത എപ്പോഴും കുറയുകയും ചെയ്യും. ഇപ്പൊ എല്ലാവരും ഡേവിഡ് ബെക്കമിന്റെ കാര്യം പറയും, റയൻ ഗിഗ്സിന്റെ, ആ ക്ലാസ് ഓഫ് 92 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അവർക്ക് ചാൻസ് കിട്ടിയത് ഇങ്ങനെ വാരി വലിച്ച് കളിക്കാരെ കൂട്ടാതിരുന്നിട്ട് ആ യൂത്ത് ഡെവലപ്മെന്റിന് ഒരു പാത്വേ ഉണ്ടായിരുന്നു ടീമിലേക്ക്. നിങ്ങൾ 100 മില്യൺ പൗണ്ട് കൊടുത്തൊരു കളിക്കാരനെ വാങ്ങിക്കഴിഞ്ഞാൽ അവനെ എന്തായാലും കളിപ്പിക്കണം. പിന്നെ ഈ യൂത്ത് ടീം കളിക്കാരന് സാധ്യതയില്ല. അത് കാരണമാണ് ബെക്കം, മൈക്കിൾ ഓവൻ, റോബി ഫൗളർ ഇവരൊക്കെ ആ യൂത്ത് ടീംസ് കൂടി വന്നവരാണ്. അങ്ങനത്തെ കളിക്കാർക്ക് ഇപ്പൊ ഈ പ്രത്യേകിച്ച് ഫാൻസിന്റെ അടുത്തുനിന്ന് ഭയങ്കര പ്രഷറാണ്. ഇപ്പൊ സിറ്റി ഇത്ര പൈസ ചെലവാക്കി, നിങ്ങൾ എന്തുകൊണ്ട് ചെലവാക്കില്ല? ഇതിങ്ങനെ അല്ല, ഒരു ടീം സൃഷ്ടിക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ പൈസ എറിഞ്ഞിട്ട് മാത്രമല്ല. ഈ ഇതിൽ ഇപ്പം നമ്മളിപ്പോൾ കളിക്കാരെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ വലിയ സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, അല്ലാണ്ട് ഈ പറഞ്ഞ എമേർജിങ് പ്ലെയേഴ്സ് ഉണ്ട്. ഇതിൽ ഇവരെ വേജസും ഈ ട്രാൻസ്ഫർ ഫീസും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഇവർ ശരിക്കും ഇവരുടെ ആദായം അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കുന്ന അക്യുമുലേറ്റ് ചെയ്യുന്ന മണി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫീസ് കൂടിയാണോ അല്ല വേജിൽ കൂടിയാണോ? ട്രാൻസ്ഫർ ഫീസ് കൂടി ക്ലബിനാണ് പൈസ കിട്ടുന്നത്. ട്രാൻസ്ഫർ ഫീസിന്റെ ഒരു പലപ്പോഴും ഇപ്പൊ ചില ക്ലബുകൾ, ഇപ്പൊ ചില ക്ലബുകൾ ഇപ്പോൾ ഓസ്ട്രേലിയ, ഫ്രാൻസിൽ, ഇവരൊക്കെ ആഫ്രിക്കയിൽ നിന്നോ സൗത്ത് അമേരിക്കയിൽ നിന്നോ ചെറുപ്പക്കാരെ കൊണ്ടുവരും. അവരതിന്റെ 10 ഇരട്ടി വിലയ്ക്ക് അവർ കുറച്ചൊരു, ഇപ്പൊ യാൻ ഡിയോമാന്റെ ഇപ്പൊ റിയൽ മാഡ്രിഡിന് സൈൻ ചെയ്യാൻ ഇപ്പൊ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ് ആ ഡീല്. എത്ര $140 മില്യൺ ആയിരിക്കും ഫീ. ഇപ്പൊ ഇതിന് മുമ്പ് ഇപ്പൊ കളിക്കണ RB ലൈപ്സിഗിന് അത് ഭൂരിഭാഗം അവർക്ക് കിട്ടും. പക്ഷെ അതിന് മുമ്പ് കളിച്ചിരുന്ന കളിക്കാർക്കൊക്കെ ഇവരൊക്കെ ഈ വിൽക്കുമ്പോൾ ഒരു സെല്ലോൺ ഫീ ഒരു ക്ലോസ് ഉണ്ടാവും. ഇവന് ഇനി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ 10% ഞങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ 5% ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു ഇത്. അപ്പൊ അങ്ങനെയാണ് പല ചെറിയ ക്ലബുകളും അങ്ങനെ പൈസ ഉണ്ടാക്കണം. ഇവനെ ആദ്യം ഒരു വലിയ ക്ലബ്ബ് വാങ്ങുമ്പോൾ അവർക്ക് അതിന്റെ ഒരു ഷെയർ കിട്ടും. ഈ കളിക്കാരന് കിട്ടില്ല അതിന്റെ ഒരു ഷെയർ. കളിക്കാർക്ക് കിട്ടേണ്ടത് സൈനിങ് ഫീ ആയിട്ട്. ഇപ്പൊ എംബാപ്പെ റിയൽ മാഡ്രിഡിലേക്ക് പോയത് PSG കോൺട്രാക്ട് അവസാനിച്ചിട്ടാണ്. അത് കാരണം റിയൽ മാഡ്രിഡിന് ഒരു ട്രാൻസ്ഫർ ഫീ കൊടുക്കേണ്ടി വന്നില്ല.
പക്ഷെ ആ പൈസ ലാഭിച്ചത് കാരണം എംബാപ്പയ്ക്ക് ഒരു വലിയൊരു സൈനിങ് ഓൺ ഫീ കിട്ടി. പണ്ട് ജോൺ ചാൾസിന് കിട്ടിയിരുന്ന 10,000 pounds ആണെങ്കിൽ എംബാപ്പയ്ക്ക് കിട്ടിയ 30 million euros അങ്ങനെ എന്തോ ആണ്. പിന്നെ ഇവരുടെ ശമ്പളം നോക്കണ്ട. ഇപ്പൊ തർക്കം നടക്കേണ്ട അതെ, വിനീഷ്യസ് ഒപ്പിടുന്നില്ല, ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. അതെ, ഇപ്പൊ ഒപ്പിടും. ഇതൊക്കെ ഒരു ഒത്തുകളിയാണ്. ഒന്നാമത് ഈ കുറെ പേര് ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് അവര് ഈ ഏജൻസിന്റെയും ക്ലബ്സിന്റെയും ഒരു മിഡിൽമാൻ ആയി കളിക്കുന്ന കുറെ പേര്, ഫാബ്രിസിയോ റൊമാനോ, ഡേവിഡ് ഓൺസ്റ്റീൻ, അങ്ങനെ കുറെ പേരുണ്ട്. ഇവരുടെ പണി ആകെ ഈ ട്രാൻസ്ഫർ ന്യൂസ് ബ്രേക്ക് ചെയ്യുക മാത്രം. അപ്പൊ ഏജന്റുമാർ ഇവർക്ക് ലീക്ക് ചെയ്യും, ക്ലബുകളും ലീക്ക് ചെയ്യും. രണ്ടുപേർക്കും ആവശ്യമുള്ളതാണ്. എന്താ വെച്ചാൽ ഈ ഡിയമാൻഡയുടെ കാര്യം പറയുമ്പോൾ മെയില് തന്നെ ഒരു ന്യൂസ് വന്നു, ലിവർപൂൾ ഇത്ര പൈസ കൊടുക്കും. ആ സമയത്ത് ലിവർപൂളും ലൈപ്സിഗും സംസാരിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ ആ വാർത്ത വന്നു, അത് എത്ര 30 ലക്ഷം ആൾക്കാർ വായിച്ചു, റീട്വീറ്റ് ചെയ്തു, ഷെയർ ചെയ്തു. അപ്പോഴേക്കും PSG രംഗത്തിറങ്ങി. അവർക്ക് പേടിയായി, ഇതെങ്ങാനും ശരിയാണെങ്കിലോ. അപ്പൊ അവര് സംസാരിക്കാൻ തുടങ്ങി. തുടങ്ങിയപ്പോ റിയൽ മാഡ്രിഡിന് ഇൻട്രസ്റ്റ് വന്നു. അപ്പൊ ഇങ്ങനെയാണ് ഡിമാൻഡ് കൂട്ടുന്നത്. ഇപ്പൊ ഇതേപോലെ ഇപ്പൊ വിനീഷ്യസ് ആർസണലിലേക്ക്, എല്ലാവർക്കും അറിയാം വിനീഷ്യസ് ആർസണലിലേക്ക് ഒരിക്കലും പോകാൻ പോകില്ല. ഒരു പീക്കിലുള്ള ഒരൊറ്റ കളിക്കാരനും റിയൽ മാഡ്രിഡ് വിട്ട് എവിടെയും പോവില്ല. അത് ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും. ആരും അത് ചെയ്യില്ല. ലോകത്തെ ഏറ്റവും വലിയ ടീം വിട്ടിട്ട് ആരും ഒരു സ്റ്റെപ്പ് താഴേക്ക് പോകാൻ പോണില്ല. ഒരു 34 വയസ്സിലൊക്കെ അത് ചെയ്തു എന്ന് പറയും. 27-28 വയസ്സിൽ ആരും അത് ചെയ്യില്ല. അപ്പൊ ഇതെന്താണ് ഈ ആർസണൽ ന്യൂസ് ലീക്ക് ചെയ്യാൻ കാരണം? ഈ കോൺട്രാക്ട് നെഗോസിയേഷൻ ഇവിടുന്ന് 10 ഉറുപ്പ്യം കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ എംബാപ്പയ്ക്ക് കിട്ടണം പൈസ, എനിക്ക് കിട്ടണം. അത് പക്ഷെ റിയൽ മാഡ്രിഡ് കൊടുക്കില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം 28,000 ഷർട്ടോറ്റെ അധികം എംബാപ്പെ വിറ്റിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചെറിയ സംഖ്യയല്ല. 28,000 ഷർട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം $3 million ആയി. അപ്പൊ അത് ഒരു ആഴ്ചത്തെ വേജസ് വെച്ച് നോക്കുമ്പോൾ ഒരു $50,000 വ്യത്യാസമാണ് ഒരാഴ്ച. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് എംബാപ്പയ്ക്ക് കൊടുക്കണേന്റെ അത്രയും കുറച്ച് വിനീഷ്യസിന് കൊടുക്കുള്ളൂ. ഇതെല്ലാം ഒരു കമേഴ്ഷ്യൽ ഡീലാണ് അവസാനം. അപ്പോ വിനീഷ്യസിന്റെ ഏജന്റ് എന്താ നോക്കണേ? മാക്സിമം നമുക്ക് എത്ര കിട്ടാൻ നോക്കും. ഇപ്പൊ എംബാപ്പയ്ക്ക് 100 ആണെങ്കിൽ ഞങ്ങൾക്കൊരു 95 വേണം എന്നുള്ളതില് ആ ഒരു കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പൊതുവെ ഇപ്പൊ UEFA ഒക്കെ ഏറ്റവും കൂടുതൽ ഊന്നുന്ന ഇപ്പൊ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ എന്നൊക്കെ പറയുന്നല്ലേ, അതിന് ഇതെങ്ങനെയാ ബാധിക്കുക? ഇത് അതിൻ്റെ അകത്തൊരു ഒരു അണത്തിക്കലായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇതില് അണത്തിക്കൽ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പല ക്ലബുകളും എന്താ ചെയ്യണേ, ഇപ്പൊ ഒരു മോർഗൻ റോജേഴ്സിനെ ചെൽസി വാങ്ങി 117 million pound കൊടുത്തു. ഈ സീസണിൽ ഏറ്റവും വലിയ, അതെ, ഈ ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഈ സീസണിന്റെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ. ഇത് ഒറ്റയടിക്ക് ഈ പൈസ കൊടുത്താൽ നിങ്ങളുടെ ഈ കൊല്ലത്തെ അക്കൗണ്ട്സിൽ ഇത് വരും. അത് ബാലൻസ് ചെയ്യണം പിന്നെ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് അനുസരിച്ച്. അപ്പൊ അതിന് പകരം അവരിത് 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അല്ലെങ്കിൽ 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പ്ലാൻ ചെയ്യും. അപ്പൊ അത് ഒരു കൊല്ലത്തെ ഇത്രേ വരുന്നുള്ളൂ, 25 അത്രേ വരുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അതാണ് ഇപ്പൊ പല കളിക്കാർക്കും ചെൽസി 7 കൊല്ലത്തെ കോൺട്രാക്ട്, 9 കൊല്ലത്തെ കോൺട്രാക്ട് ഒക്കെ. ഇവന് 50 കൊല്ലമൊന്നും അവിടെ നിൽക്കാൻ പോണില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ട്രാൻസ്ഫർ ഫീ അത്രയും കൊല്ലത്തിന്റെ ഇൻസ്റ്റാൾമെന്റ് ആക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എല്ലാ ക്ലബ്സിനും അത് ഹെൽപ്ഫുൾ ആണ്. ആ ഒറ്റയടിക്ക് അക്കൗണ്ടിൽ വരുന്നില്ല. അതുപോലെ ഇപ്പൊ ഒരു ന്യൂസ് ഹെഡ്ലൈനിൽ വന്നിട്ടുള്ള എന്താ വെച്ചാൽ റയൽ മാഡ്രിഡ് പ്രീമിയർ ലീഗിലെ 3 പ്രധാന കളിക്കാരെ വാങ്ങി. അതായത് പിന്നെ ഈ സീസണിലെ പിന്നെ ട്രാൻസ്ഫറിന്റെ കാര്യമാണ്. അതിൽ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ട്രാൻസ്ഫറുകൾ ഏതാണ് നടന്നിട്ടുള്ളത്? ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് ഡിയമാൻ്റെ ഒരു ഫ്യൂച്ചർ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ റോഡ്രിക്ക് എന്ത് പറ്റുന്നതാണ് എല്ലാവരും നോക്കേണ്ടത്. ഇന്ന് രാവിലെ ഞാൻ വായിച്ചു, ഇത്രയും കാലം റോഡ്രി റിയൽ മാഡ്രിഡിൽ എത്തുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞാൻ വായിക്കുന്നത് ബാഴ്സലോണ പതുക്കെ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. റോഡ്രിയുടെ ഏജന്റിനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ട്, എന്താണ് അവരുടെ ടേംസ്. പക്ഷെ ഇത് സിറ്റിയുടെ കൂടെ കോൺട്രാക്റ്റ് ഉള്ള കളിക്കാരനാണ്. സിറ്റി ഒരു കാലത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇയാളെ ഒഴിവാക്കണം എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനാണ്. റോഡ്രി വിട്ടുപോയ റോഡ്രിയെ റീപ്ലേസ് ചെയ്യാൻ അവർക്ക് 3 കളിക്കാർ വേണ്ടി വരും. അപ്പൊ അത് അവർക്ക് വലിയ ഒരു ഫൈനാൻഷ്യൽ ലോസ് മാത്രല്ല, ഭയങ്കര ഒരു നഷ്ടമാണ്. അപ്പൊ അവര് റോഡ്രിയെ വിൽക്കണമെങ്കിൽ അത്രയും പൈസ ചോദിക്കണം. ഇപ്പൊ മോർഗൻ റോജേഴ്സിന് 117 million ചോദിച്ചു എന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും റോഡ്രിയെ കിട്ടണമെങ്കിൽ ഒരു 150 ചുരുങ്ങിയത് കൊടുക്കേണ്ടി വരും. ഈ സെപ്റ്റംബർ 1 വരെയാണല്ലോ ഇതിന്റെ ഡെഡ് ലൈൻ ഉള്ളത്. അപ്പോൾ അതിനിടയിൽ പിന്നെ ദിലീപ് പ്രതീക്ഷിക്കുന്ന മേജർ ട്രാൻസ്ഫേഴ്സ് എന്തൊക്കെയായിരിക്കും? മേജർ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് റോഡ്രിയുടെ എന്തെങ്കിലും ഒരു തീരുമാനമാവും, ഒന്നുമില്ലെങ്കിൽ കോൺട്രാക്ട് റിന്യൂവൽ ഉണ്ടാവും സിറ്റിയുടെ ഭാഗത്ത് നിന്ന്, ഒരു എക്സ്റ്റൻഷൻ, ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ. അല്ലെങ്കിൽ ബാഴ്സലോണ റയൽ ഏതെങ്കിലും ഒരു ക്ലബായിട്ട് ഒരു അഗ്രിമെന്റിൽ എത്തും. പിന്നെ ബ്രാഡ്ലി ബാർക്കോള ഉണ്ട്, അത് പലരും ഇപ്പോൾ ലിവർപൂൾ നോക്കുന്നുണ്ട്, ആർസണലിന് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഇപ്പൊ ബ്രൂണോ ഗിമാറിഷിന്റെ ഇപ്പൊ കഴിഞ്ഞു ആർസണലിലേക്ക്, അത് വളരെ നല്ലൊരു സൈനിങ് ആണ്. പക്ഷെ എൻ്റെ ഒരു ഫുട്ബോൾ ഫാൻ എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം ഈ ട്രാൻസ്ഫർ വിൻഡോ എന്നുള്ള പരിപാടി എടുത്ത് മാറ്റണം എന്നാണ്. പഴയതുപോലെ ആക്കണം എന്നല്ല, പഴയ സിസ്റ്റത്തിന്റെ ഇത് പഴയ സിസ്റ്റം മാറ്റാൻ വലിയ കാരണം ഈ ചെറിയ ക്ലബുകളുടെ ചാൻസസ് നിങ്ങൾക്ക് പാഴാക്കാൻ പറ്റുമായിരുന്നു വലിയ ക്ലബുകൾക്ക്. ഇപ്പൊ ഒരു ചെറിയൊരു ക്ലബ്ബ് നന്നായി ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും നല്ല കളിക്കാരനെ പൊക്കോടും. ഇപ്പൊ ന്യൂ കാസിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും എതിരാളികളായിരുന്ന സമയത്ത് ആൻഡി കോൾ ന്യൂ കാസിലിന്റെ ഏറ്റവും വലിയ സ്ട്രൈക്കറായിരുന്നു. ആൻഡി കോളിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാങ്ങി. അപ്പൊ അതുപോലെ പലപ്പോഴും ഒരു ടൈറ്റിൽ റേസിന്റെ ദിശ തന്നെ മാറിയിട്ടുള്ളത് ഒരു സൈനിങ് ആണ്. ഇപ്പൊ എറിക് ആന്റണ ആദ്യം 91 നവംബറിൽ ഫ്രാൻസിൽ കളിക്കുമ്പോൾ പല പല ഡിസിപ്ലിനറി പ്രശ്നങ്ങളുമായിട്ട് പ്ലാറ്റിനി ഒരു മാച്ചിന്റെ ഓഡിയൻസിലുള്ളപ്പോൾ അപ്പോഴത്തെ ലിവർപൂൾ മാനേജറായ ഗ്രേം സൂനസിനോടാണ് നിങ്ങൾ ഈ കളിക്കാരനെ എടുത്തു, ഇപ്പൊ ഫ്രാൻസിൽ ആർക്കും തന്നെ വേണ്ട. ഇപ്പൊ സൂനസ് പറഞ്ഞു വേണ്ട, ഇത് ഡ്രസ്സിംഗ് റൂം അന്തരീക്ഷം ആകെ മോശമാവും. എന്നിട്ട് അങ്ങനെ 2 മാസം കഴിഞ്ഞ് കാന്റന ലീഡ്സ് യുണൈറ്റഡിലെത്തി. ലീഡ്സ് ആ സീസൺ ചാമ്പ്യന്മാരാവുകയും ചെയ്തു. പക്ഷെ അവിടെയും ഈ ടീം ഹവാർഡ് വിൽക്കിൻസൺ എന്ന് പറഞ്ഞ മാനേജറായിട്ട് പ്രശ്നങ്ങൾ, ഒരു കളിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് കാന്റന പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ അടുത്ത സീസൺ നവംബർ 26 25 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യുന്നു. അപ്പൊ അവര് 8 പോയിന്റ് ബാക്കിലാണ്. നോറിച്ച് സിറ്റി എന്ന് പറഞ്ഞ ടീമാണ് അപ്പൊ ലീഡ് ചെയ്യുന്നത്. കാന്റണ വന്നു 10 പോയിന്റിന് യുണൈറ്റഡ് ലീഗ് ആദ്യമായിട്ട് 26 കൊല്ലത്തിന് ശേഷം ലീഗ് ജയിക്കുന്നു. പിന്നീട് പിടിച്ചാൽ കിട്ടിയിട്ടുമില്ല. ഒരു 10 കൊല്ലം ഒരു ഓൾമോസ്റ്റ് ഡോമിനൻസ് പോലെ. അതിൽ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു കാന്റണ. അപ്പൊ അങ്ങനെ ഈ സീസൺ മാറ്റിമറിക്കുന്ന ട്രാൻസ്ഫേഴ്സ്, പ്രത്യേകിച്ച് ചെറിയ ക്ലബുകളിൽ നിന്ന് ഒരു വലിയ ക്ലബ്ബ് കളിക്കാരനെ സൈൻ ചെയ്യുന്നത്, അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് വന്നത്. ഇപ്പൊ പക്ഷെ ആ ബാലൻസ് മുഴുവൻ ഒരു കൊല്ലമൊക്കെ കോൺട്രാക്ട് കഴിയുമ്പോഴേക്കും കളിക്കാർ വേറെ ക്ലബ്സായിട്ട് ഏജന്റുമാർ ഓരോ ഡീലിന് ഏജന്റിന് ഇത്ര ശതമാനം കിട്ടുമല്ലോ. അപ്പൊ അതാണ് അവരുടെ താല്പര്യം. കളിക്കാർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇവരിങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മാർച്ച് തൊട്ട് മെയ് വരെ, സീസണിന്റെ അവസാനത്തെ 3 മാസം മാർച്ച് ഏപ്രിൽ മെയ് ഒരു ട്രാൻസ്ഫറും അനുവദിക്കരുത്. എന്നുവെച്ചാൽ അത് ട്രോഫികൾ ഡിസൈഡ് ചെയ്യണ സമയമാണ്. അപ്പൊ ഒന്നും ഒരു മാറ്റങ്ങളും വരുത്താൻ പാടില്ല. നിങ്ങളൊരു ചെറിയ ടീം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും നല്ല കളിക്കാരനെ പൊക്കാനൊന്നും അത് അനുവദിക്കരുത്. പക്ഷെ ബാക്കി സമയത്ത് ഈ ആർട്ടിഫിഷ്യൽ ഈ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് ഇത് ഉണ്ടാക്കുന്നതിന് പകരം ഫ്രീ ആയിട്ട് ഏതായാലും കളിക്കാരും ഏജൻസും പുറകിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഓപ്പൺ ആയിട്ട് ചെയ്തോട്ടെ. ഇപ്പം നടക്കാൻ പോകുന്ന ഈ ട്രാൻസ്ഫറുകളെല്ലാം വെച്ചിട്ട് ദിലീപിന് തോന്നുന്നത്, ഇപ്പം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ അല്ലെങ്കിൽ പിന്നെ ഈ നമ്മളിപ്പം സ്പാനിഷ് ലീഗിലൊക്കെ എന്താണ് ഒരു പവർ ഷിഫ്റ്റ്? അതായത് ഇപ്പം ഏതെങ്കിലും ക്ലബ്ബുകൾക്ക് മോളോട്ടോ വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ നമുക്ക് പലപ്പോഴും വളരെ നല്ല ട്രാൻസ്ഫറാ തോന്നുന്നത്, അത് അപ്പം തന്നെ ക്ലിക്ക് ചെയ്തോളണമെന്നില്ല. ഇപ്പൊ കഴിഞ്ഞ സീസൺ പലരും സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ലിവർപൂൾ ട്രാൻസ്ഫർ വിൻഡോ ജയിച്ചു, ഇസാക്കിനെ കിട്ടി, ഫ്ലോറിയൻ വേർഡ്സ് കിട്ടി, ലിവർപൂൾ 5ാമത്. ഇവര് അപ്പൊ തന്നെ ഒരു കളിക്കാരൻ ടീമിലേക്ക് ഫിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് സമയം എടുക്കും. ചിലപ്പോൾ അവർ പരിക്കായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലാതെ ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഈ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ആർസണൽ ഓൾറെഡി ചാമ്പ്യന്മാരാണ്, ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയ ടീമാണ്. വളരെ നല്ലൊരു മിഡ്ഫീൽഡറായ ബ്രൂണോ ഗിമാറിഷിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ലോജിക്കലി ആലോചിച്ചാൽ ആർസണലിനെ പിടിച്ചാൽ കിട്ടില്ല. പക്ഷെ അതേസമയം ഇപ്പൊ ചെൽസി കുറെ നല്ല കളിക്കാരെ സൈൻ ചെയ്തിട്ടുണ്ട്.
അവരുടെ സ്ക്വാഡിലുള്ള പല ഗ്യാപ്സും അവർ ഫില്ല് ചെയ്യാൻ നോക്കി. മാൻചെസ്റ്റർ യുണൈറ്റഡ് അവരുടെ സ്ക്വാഡിലുള്ള ചില ഗ്യാപ്സ് നന്നായി ഫില്ല് ചെയ്തിട്ടുണ്ട്. ചില ടീമുകൾ ഇതുവരെ ലിവർപൂളിനെ പോലത്തെ ചില ടീമുകൾ ഇതുവരെ വലിയൊരു സൈനിങ് നടത്തിയിട്ടില്ല. പക്ഷെ ഇനിയും 2-3 ആഴ്ചയുണ്ട്. അപ്പൊ ആ വിൻഡോ കഴിഞ്ഞാലേ നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എത്ര നല്ല കളിക്കാരനായാലും അവരപ്പം തന്നെ സെറ്റിൽ ചെയ്തോളണമെന്നില്ല ഒരു പുതിയ ക്ലബ്.